മെഡിക്കൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആയിരക്കണക്കിന് പുതിയ MBBS PG സീറ്റുകൾ രാജ്യത്ത് വർദ്ധിക്കാൻ പോകുന്നു. ഇന്ത്യൻ യൂണിയൻ ക്യാബിനറ്റ് രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ വികസിപ്പിക്കുന്നതിനുള്ള 3ാം ഘട്ട പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ 5023 പുതിയ MBBS സീറ്റുകളും 5000 പുതിയ PG സീറ്റുകളും സർക്കാർ കോളേജുകളിൽ ലഭ്യമാകും. അടുത്ത 3 വർഷത്തിനുള്ളിൽ 10034 കോടി രൂപയുടെ വലിയ നിക്ഷേപമാണ് ഈ പദ്ധതിക്കായി നടത്തുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്താണ്? 2014 ഏകദേശം 51,328 MBBS സീറ്റുകളും 31,000-ൽ താഴെ PG സീറ്റുകളുമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. എല്ലാ വർഷവും 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതുന്നതിനാൽ വിദേശത്ത് പോകാതെ തന്നെ രാജ്യത്ത് പഠിക്കാൻ അവസരം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പ്രധാന സർക്കാർ പദ്ധതികൾ: ജില്ലാ ആശുപത്രികൾക്കൊപ്പം പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കോളേജുകളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക, പുതിയ എയിംസ് സ്ഥാപിക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഇത്രയധികം സീറ്റുകൾ വർദ്ധിക്കുമ്പോൾ ചില വെല്ലുവിളികളും ഉണ്ടാകാം. അധ്യാപകരുടെ കുറവും സ്വകാര്യ കോളേജുകളിലെ ഉയർന്ന ഫീസും ഇതിൽ പ്രധാനമാണ്. എങ്കിലും ഈ വെല്ലുവിളികളെ മറികടക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. കൂടുതൽ സീറ്റുകൾ വരുമ്പോൾ ഡോക്ടർ ആകാനുള്ള നിങ്ങളുടെ സാധ്യതയും വർദ്ധിക്കുന്നു. വിദേശത്തേക്ക് പോകുകയോ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുകയോ ചെയ്യാതെ തന്നെ ഇന്ത്യയിൽ പഠിക്കാൻ ഇത് അവസരം നൽകുന്നു. മെഡിക്കൽ അഡ്മിഷൻ, എൻട്രൻസ് പരീക്ഷ, സ്കോളർഷിപ്പ് എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യസമയത്ത് അറിയാൻ ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ വിശ്വസ്ത പങ്കാളിയായ ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DMLO360 എന്ന് ടൈപ്പ് ചെയ്യുക.